മൈ ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ ഈ ഒരു ജേർണിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയല്ലേ. നമ്മൾ സെൽഫ് ഇംപ്രൂവ്മെൻറ്റ്, ഹീലിംഗ് അങ്ങനെയൊക്കെ. അപ്പം ഒരുപാട് ചാൻസ് ഉണ്ട് നമ്മൾ ഇടയ്ക്ക് വെച്ച് ഒന്ന് സ്റ്റോപ്പായി പോവുക, അല്ലെങ്കിൽ എന്താ പറയുക, ഒന്ന് ബ്രേക്ക് ആവുക, അല്ലെങ്കിൽ ഡീമോട്ടിവേറ്റഡ് ആവുക, അങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്ത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. ഇതിലാണോ നിങ്ങൾക്ക് വിശ്വാസം? അത് കാരണം നമ്മളെ യൂണിവേഴ്സ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, നമ്മളത് തോൽക്കാൻ അനുവദിക്കില്ല. നമ്മൾ എന്തൊക്കെയാണോ നമ്മൾ ആഗ്രഹിക്കുന്നത് അതിനുള്ള വഴികൾ തന്നാലെ തെളിയുന്നതാണ്. പക്ഷെ നമ്മൾ വിട്ടുകൊടുക്കാൻ പാടില്ല. അതിന് വേണ്ടി പിന്നെയും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഹാബിറ്റ് ട്രാക്കർ നമ്മൾ തയ്യാറാക്കിയെന്നൊക്കെ പറഞ്ഞില്ലേ, അപ്പോൾ അതിലത് ചില ദിവസങ്ങൾ ചെയ്യാണ്ടൊക്കെ ഉണ്ടാവും. കുഴപ്പമില്ല, ഇറ്റ്സ് ഓക്കെ. എല്ലാ ദിവസവും രാവിലെ എണീക്കണമെന്ന് വെച്ചാൽ ചിലപ്പോൾ നടക്കില്ല. അപ്പം എല്ലാ ദിവസവും എക്സസൈസ് ചെയ്യണോ വിചാരിക്കും, പക്ഷേ ചില ദിവസങ്ങൾ പറ്റൂല. ഇറ്റ്സ് ഓക്കെ. ബട്ട് നമ്മൾ വിട്ടുകൊടുക്കാൻ പാടില്ല. പിന്നെയും തിരിച്ച് ട്രാക്കിലേക്ക് തിരിച്ച് വരാൻ വേണ്ടി നമ്മൾ തന്നെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യണം. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മോർണിംഗ് ഒരു പവർ ടൈം നമുക്ക് വേണ്ടിയിട്ട് തന്നെ കൊടുക്കണം. അതായത് ഒരു 5 മിനിറ്റ് ഗ്രാറ്റിറ്റ്യൂഡ്, അത് നിർബന്ധമാണ് കേട്ടോ. അതായത് നമ്മളെപ്പം ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ തുടങ്ങുന്നു അതിനനുസരിച്ച് നമുക്ക് ബ്ലെസ്സിങ്സ് വരാൻ വേണ്ടി തുടങ്ങിക്കൊണ്ടിരിക്കും. ഒരുപാട് ബ്ലെസ്സിങ്സ് നമുക്ക് വന്നുകൊണ്ടിരിക്കും. ഗ്രാറ്റിറ്റ്യൂഡ്, പിന്നെ കുറച്ച് സമയം വിഷ്വലൈസേഷൻ ചെയ്യുക. പിന്നെ നമ്മൾ എന്താണോ, ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ ജോബിന് വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക, അപ്ലൈ ചെയ്യുക, ജോബിന് അപ്ലൈ ചെയ്യുക. എനിക്ക് ഏറ്റവും മടിയുള്ള കാര്യമാണ്, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ജോബിന് അപ്ലൈ ചെയ്യുന്ന കാര്യം. പക്ഷേ എന്തിനായാലും ഞാൻ വിട്ടുകൊടുക്കാൻ തയ്യാറില്ല. അപ്പം ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള ടാസ്ക്, അല്ലെങ്കിൽ ഏറ്റവും കഴിയുന്നില്ല മടി പിടിക്കുന്ന കാര്യം, അത് ഫസ്റ്റ് തന്നെ നോക്കുക. എന്നുവെച്ചാൽ അത് കംപ്ലീറ്റ് ആക്കുക. അത് കഴിഞ്ഞ് ചെല്ലാണ്ട് പിന്നെ അടുത്തത് നോക്കേണ്ട. അപ്പോൾ ഫസ്റ്റ് പ്രയോറിറ്റി നമ്മൾ ജോബിനോ അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ നമ്മൾ എന്താണോ നമ്മളെ ലക്ഷ്യം അതിന് വേണ്ടി പ്രയോറിറ്റൈസ് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ടീച്ചിങ് ആയിക്കോട്ടെ, ഇപ്പം ഞാനിപ്പോൾ പഠിപ്പിക്കുകയല്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള മെത്തേഡ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയ ടീച്ചിങ് മെത്തേഡ്സ്, അല്ലെങ്കിൽ ഞാൻ വീഡിയോസൊക്കെ ചെയ്യും. അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും ഇന്നോവേറ്റീവ് വീഡിയോ എടുക്കുന്ന എന്തെങ്കിലും സ്ട്രാറ്റജീസൊക്കെ ട്രൈ ചെയ്യേണ്ടതൊക്കെ ഞാൻ ഇന്ന് പ്ലാൻ ചെയ്യും. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സമയമെങ്കിലും, അറ്റ്ലീസ്റ്റ് ഒരു 15 മിനിറ്റ്സ് എങ്കിലും, സമയമില്ലെങ്കിൽ കൂടെ കുറച്ച് സമയം എക്സസൈസ് ചെയ്യും. ഞാൻ നാട്ടിലായിരുന്ന സമയത്ത് കളരി ഒക്കെ ചെയ്യുമായിരുന്നു. അപ്പം അവിടെ കളരി പോവും. ഞാൻ കളരിപ്പായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള കാര്യമാണ് കളരിപ്പായിട്ട്. ഇപ്പം ഇവിടെ എത്തിയതിന് ശേഷം തന്നെ ഞാനത് കുറേ ആയിട്ട് എനിക്കത് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അത് കാരണം നല്ലോണം തടി കൂടി. അപ്പോൾ അത് തടി കുറച്ച് വന്ന് മെലിയണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹത്തിൽ അങ്ങനെയാണ് ഇവിടെ പാർക്ക് ജിമ്മിൽ ഇവിടെ കുറച്ച് വർക്കൗട്ട് ചെയ്യും. ഡെയിലി ഒരു 15 മിനിറ്റ്സ്. അവിടെ കുറച്ച് എക്യുപ്മെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അതിൽ വെച്ചിട്ട് കുറച്ച് എക്യുപ്മെൻറ്റ്സിൽ ഞാൻ അന്ന് വർക്കൗട്ട് ചെയ്യും. പിന്നെ 15 മിനിറ്റ്സ് സ്ട്രെച്ചിങ് എക്സസൈസ് ചെയ്യും. അതായത് പോസ്റ്റ് വർക്കൗട്ട് സ്ട്രെച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് കുറച്ചൊരു 15 മിനിറ്റ്സ് അതും കൂടി ചെയ്തിട്ട് ഞാൻ റെഡിയായി സ്കൂളിലൊക്കെ പോകും. അങ്ങനെയാണ് എൻ്റെ ഡെയിലി റൂട്ടീൻ എന്ന് പറയുന്നത്. പിന്നെ ഈ ജേർണലിങ്, ഞാൻ രാവിലെ തന്നെ നേരത്തോടെ എണീക്കും. മാക്സിമം ഞാൻ 5 o'clock തന്നെ എണീക്കാൻ ട്രൈ ചെയ്യും. ചില ദിവസങ്ങളിൽ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ എന്നാലും ഞാൻ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. ഞാൻ 5 o'clock തന്നെ കൃത്യം എണീക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ കുളിച്ച് പ്രാർത്ഥനയാണ്. അതായത് ഞാൻ വിശ്വസിക്കുന്നത് ഹനുമാൻ സ്വാമിയിലാണ്. അപ്പോൾ ഞാൻ ഡെയിലി ഹനുമാൻ ചാലിസ, ഹനുമാൻ ബാണൊക്കെ ചൊല്ലും. അതിൽ ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ് എനിക്ക്, ഭയങ്കര ഒരു പവർ. അതായത് ദൈവം നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളൊരു ധൈര്യമാണ് എനിക്ക്, ഭയങ്കര ഒരു സപ്പോർട്ടാണത്. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ജേർണലിങ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതായത് ഹലോ ക്യൂട്ടി എന്നുള്ള ഒരു ജേർണലിങ്ങിൻ്റെ, എൻ്റെ ജേർണലിൻ്റെ പേരതാണ്. അപ്പം ഞാനങ്ങനെ ഡെയിലി അല്ലാതെ ജേർണലിങ് ചെയ്യും. പിന്നെ എനിക്ക് വേറെ വിഷ്വലൈസേഷൻ, ഗ്രാറ്റിറ്റ്യൂഡിനൊക്കെ ഒരു സെപ്പറേറ്റ് വേറൊരു ബുക്ക് ഉണ്ട്. അപ്പോൾ അതിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു ബുക്ക് വായിക്കുന്നുണ്ട്. അതായത് ഇപ്പം ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്ന ആക്റ്റമിക് ഹാബിറ്റ്സാണ്. ആ
ആ ബുക്ക് വായിച്ചിട്ട് അതിലത് ഓരോ ചാപ്റ്റേഴ്സിൽ നിന്നും എനിക്കെന്താണെന്നോ മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ അതിൻ്റെ ഒരു സമ്മറി പോലെ എഴുതും. പിന്നെ അതിൽ നിന്ന് എനിക്ക് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പോലെ ഒരു കുറച്ച് സെൻറ്റൻസസ് എന്താണ് എനിക്കതിൽ നിന്നും എനിക്ക് കിട്ടിയ നേട്ടം, ആ ഒരു കാര്യം വായിച്ചതിൽ നിന്നും. പിന്നെ അത് ഞാൻ എൻ്റെ ലൈഫിൽ അപ്ലൈ ചെയ്യുമ്പം എങ്ങനെയായിരിക്കും വരുന്ന മാറ്റങ്ങൾ അങ്ങനെ വിഷ്വലൈസേഷൻ ചെയ്യും. അതിൻ്റെയും കുറച്ച് ഫ്യൂ ലൈൻസ് ഞാൻ അങ്ങനെ എഴുതും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആ ഒരു ബുക്ക് തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഈ എഴുതുന്നതൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പം എഴുതാനൊക്കെ ഇഷ്ടമുള്ള ആളുകൾക്ക് ഇതൊക്കെ ട്രൈ ചെയ്യാവുന്നതാണ്. പിന്നെ ആസ് യൂഷ്വൽ ഞാൻ സ്കൂളിൽ പോകും. ഇപ്പം ഞാൻ എൻ്റെ ഹാബിറ്റ് ട്രാക്കറിൽ എഴുതിയ ഒരു കാര്യമാണ് 5 minutes മുമ്പെങ്കിലും സ്കൂളിലെത്തണം എന്നുള്ളത്. അത് കീപ്പപ്പ് ചെയ്യണം. കാരണം ചിലപ്പോഴെല്ലാം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഭയങ്കര റഷാണ്. രാവിലെ തന്നെ ധൃതി പിടിച്ച് ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ നമ്മൾ ഒരിക്കലും ചെയ്യരുത്. അത് നമ്മൾ ചെയ്യുന്ന വലിയൊരു മണ്ടത്തരാണെന്ന് പറയാം. അതായത് അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ടൈം സെറ്റ് ചെയ്യും. എൻ്റെ ഫോണിനകത്ത് അലാറം അടിക്കും. 7:45 എന്ന് പറയുമ്പോൾ ഫുഡ് കഴിക്കേണ്ട അലാറം അടിക്കും. അപ്പോൾ ആ ഒരു ടൈം ആകുമ്പോൾ ഞാൻ എൻ്റെ ഈ വക കാര്യങ്ങൾ ഡെയിലി മോർണിംഗ് റൊട്ടീനൊക്കെ കഴിഞ്ഞ് രാവിലെ ഫുഡും കഴിച്ച് ഒരു 8 മണിയാകുമ്പോൾ എനിക്ക് അവിടെ എത്തണം, സ്കൂളിലെത്തണം. ആ ഒരു ടൈമിൽ എത്തേണ്ട തോതിൽ ഞാൻ ഒരു 5 മിനിറ്റ് നേരത്തെ ഇവിടുന്ന് റൂമിൽ നിന്ന് ഇറങ്ങും. ഞാൻ ഇപ്പം നാട്ടിലല്ല ഉള്ളത്. ഞാൻ ഇവിടെ ആന്ധ്രാപ്രദേശിൽ ഇൻ്റർനാഷണൽ ഡൽഹി പബ്ലിക് സ്കൂളിൽ വർക്ക് ചെയ്യാണ് ടീച്ചറായിട്ട്. ഞാൻ നാട്ടിലായിരുന്നു. എൻ്റെ നാട് കേരളയാണ്, കേരള കണ്ണൂർ. കലകളുടെ നാടാണ്, തെയ്യങ്ങളുടെ നാടാണ്. നെക്സ്റ്റ് ഇനി ജാനുവരിയിൽ വെക്കേഷൻ പൊങ്കൽ ഹോളിഡേയ്സ് ഉണ്ട് ഇവിടെ. അപ്പം അന്നേരം നാട്ടിലേക്ക് പോകണം. എനിക്ക് ഫാമിലിയുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യണം, ഫ്രണ്ട്സിനെയും റിലേറ്റീവ്സിനെയൊക്കെ കാണണം. അപ്പം ഐ എം ഈഗർലി വെയിറ്റിംഗ് ഫോർ ദാറ്റ്. ഇത്രയുമാണ് എനിക്ക് പറയാനുള്ളത്. ഹോപ്പ് ദിസ് വിൽ ഹെൽപ്പ് യു ഓൾ. അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് വൈകുന്നേരം സ്കൂളിൽ വിട്ട് വന്നിട്ട് ഒരു 5 മണി കഴിയും അവിടെ നിന്ന് ഇറങ്ങാൻ. 5:30 ഏകദേശം അടുപ്പിച്ചിട്ടാവും റൂമിലെത്താൻ. അപ്പോൾ ഞാൻ കറക്റ്റ് 5:30 ഞാൻ അലാറം വെച്ചിട്ടുണ്ട് ഫോണിൽ. അപ്പോൾ കറക്റ്റ് അതിൽ ഞാൻ ഓരോ അഫർമേഷൻസ് ചെയ്തു. ഞാൻ അലാറം മാത്രമല്ല, അതിലത് ഇങ്ങനെ അഫർമേഷൻ പോലെ ചെയ്തു. ഐ എം കമ്മിറ്റഡ് ഫോർ ബീയിങ് ദ ബെസ്റ്റ് വേർഷൻ ഓഫ് മൈ സെൽഫ്. അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ഫുഡ് കഴിക്കുന്നെങ്കിൽ ഐ എം താങ്ക് യു ഫോർ ദ ടേസ്റ്റി ആൻഡ് ഹെൽത്തി ഫുഡ്, അങ്ങനെയൊക്കെ. ഓക്കെ, കുട്ടി കുട്ടി അഫർമേഷൻസിലൂടെയാണ് ഞാൻ എൻ്റെ അലാറം നോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ 5:30 എന്ന് പറയുമ്പം എങ്ങനെയായാലും ഞാനിവിടെ വൈകുന്നേരം പാർക്ക് ജിമ്മിൽ പോകും. കുറച്ച് സമയം ഒരു 1/2 hour അവിടെ ടൈം സ്പെൻഡ് ചെയ്യും. കുറച്ച് വർക്കൗട്ട് ചെയ്യും, ഒരു 15 minutes സ്ട്രെച്ചിങ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വരും. എന്നിട്ട് കുളിച്ച് മെഡിറ്റേറ്റ് ചെയ്യും ഒരു 1/2 hour. അതായത് മെഡിറ്റേഷനും ഒരു ഡെയിലി ചെയ്യുന്ന പ്രെയർ ഉണ്ട്, ഹനുമാൻ ചാലിസയും ഹനുമാൻ പാടും. ഒരു 15 minutes അതും ഉണ്ടാവും. നന്നായി പ്രാർത്ഥിച്ച് എൻ്റെ ജേർണലിംഗ് ഒക്കെ എഴുതും. ഹലോ ക്യൂട്ടി, പിന്നെ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എഴുതും. പിന്നെ കുറച്ച് സമയം വിഷ്വലൈസേഷൻ ചെയ്യും. പിന്നെ ഡയറി എഴുതുന്ന ശീലമൊക്കെ ഉണ്ട്. ഡയറി ഡെയിലി എഴുതും എല്ലാ കാര്യങ്ങളും. ഈവൻ ഞാൻ എഴുതുന്ന ഡ്രസ്സിൻ്റെ കളർ പോലും ഒരിടയ്ക്ക് ഞാൻ എൻ്റെ ഡയറിയിൽ അത് നോട്ട് ചെയ്യലുണ്ട്. എൻ്റെ ഇതിഷ്ടം. പിന്നെ അന്നന്ന് നടക്കുന്ന ഓരോരോ കാര്യങ്ങൾ ഞാൻ എല്ലാത്തും നോട്ട് ചെയ്യും. അന്നത്തെ പ്രത്യേകത എന്തൊക്കെയാണ് അത് നോട്ട് ചെയ്യും. ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. പിന്നെ അന്നത്തെ ദിവസം എനിക്കുണ്ടായ സന്തോഷമുള്ള മൊമെൻറ്റ്സ്, എനിക്ക് പിന്നെ ഇമ്പ്രൂവ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഒരു റിഫ്ലക്ഷൻ നോട്ട്സ് പോലെ അതും അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. പിന്നെ ഞാൻ ഒരു 7:30 ആകുമ്പോൾ ഫുഡ് കഴിക്കേണ്ട ടൈം അവിടെ. അപ്പം ഫുഡ് കഴിക്കാൻ പോകും. പിന്നെ അതേപോലെ തന്നെ ഞാൻ ആ ടൈം ഞാൻ എല്ലാവരും സെറ്റ് ചെയ്യും. അതായത് താങ്ക് ഗോഡ് ഫോർ മൈ പേരൻസ് ആൻഡ് സിസ്റ്റർ ആൻഡ് മൈ ഡിയർ വൺസ് എന്നെല്ലാം പറഞ്ഞിട്ട് ഒരു അഫർമേഷൻ പോലെ, അല്ലെങ്കിൽ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പോലെ ഞാനിങ്ങനെ അലാറം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോട്ടിഫിക്കേഷൻ ചെയ്യും. കാരണം നമ്മൾ ഈ ഒരു ഓട്ടപ്പാച്ചൽ അല്ലെങ്കിൽ ഒരു തിരക്ക്, ഒരു ബിസി ലൈഫിലേക്ക് വരുമ്പോൾ നമ്മൾ മിക്കവരും മറക്കുന്നൊരു കാര്യമാണ്. അതായത് നമ്മളെ ഡിയർ വൺസ് അല്ലെങ്കിൽ നമ്മളെ ഫാമിലി അല്ലെങ്കിൽ നമ്മളെ ഒരുപാട് വേണ്ടപ്പെട്ട ആൾക്കാർ, ഫ്രണ്ട്സ്, അവരെല്ലാം വിളിക്കാനോ അല്ലെങ്കിൽ അവരെ കാര്യങ്ങളെല്ലാം അന്വേഷിക്കാനോ പലപ്പോഴും കഴിയാറില്ല. അത് എന്നെ സംബന്ധിച്ചിട്ടുള്ള എനിക്കത് ഇമ്പ്രൂവ് ചെയ്യണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട്. അപ്പോൾ ഞാൻ പേർപ്പസ്ഫുള്ളി ഞാൻ എന്നെ തന്നെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു 8 മണി ഒക്കെ ആകുമ്പോഴേക്ക് എൻ്റെ മൊബൈലൊക്കെ ചെക്ക് ചെയ്യും. എന്തെങ്കിലും മെസ്സേജസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനൊക്കെ റിപ്ലൈ ചെയ്യും. പിന്നെ എന്തെങ്കിലും കാര്യങ്ങൾ നോട്ട്സ് ചെയ്യാനുണ്ടെങ്കിൽ
അതായത് എനിക്ക് ഒരു കോഡ്സൊക്കെ നോട്ട് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതുപോലെ ഞാൻ ഇൻസ്റ്റഗ്രാം, യൂട്യൂബ് അതിനകത്തുള്ള ഓരോരോ ബുക്സിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ കാര്യങ്ങൾ ആ വക കാര്യങ്ങളെല്ലാം ഞാൻ നോട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ പ്രാർത്ഥിച്ച് കടന്നുറങ്ങും സമാധാനമായിട്ട്. 9:30 എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു എന്താ പറയട്ടെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കുറേ ദിവസം മുമ്പ് വരെ. അതായത് ലേറ്റായിട്ട് ഉറങ്ങുക. അതായത് നമ്മൾ എപ്പോഴും ലേറ്റായിട്ട് ഉറങ്ങിക്കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് നമ്മളെ ബോഡീനെ എഫക്റ്റ് ചെയ്യും. നമ്മൾ വിചാരിച്ച പോലെ 5 o'clock എണീക്കാൻ കഴിയില്ല. അപ്പം നമ്മൾ രാവിലെ എണീക്കണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യമാണ് 9:30 എന്ന് പറയുമ്പോൾ ഉറങ്ങാൻ വേണ്ടിയിട്ട്. കാരണം നമ്മളെ ബോഡിക്ക് റെസ്റ്റ് അത്യാവശ്യമാണ്. നമ്മൾ ബിസി ആയിട്ട് ഡേ ടു ഡേ ലൈഫിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമ്മളിങ്ങനെ ഫുൾ ഓരോരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. വർക്ക് ആയിക്കോട്ടെ, നമ്മളെ കാര്യങ്ങളായിക്കോട്ടെ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം നമ്മളെ ബോഡിക്ക് അതിന് വേണ്ടുന്ന റെസ്റ്റ് അത് ഇമ്പോർട്ടൻ്റ് ആണ്. 8 hours 7 to 8 hours നിർബന്ധമാണ്. അപ്പോൾ അത് ഞാൻ നിർബന്ധമായിട്ട് ചെയ്യുന്നൊരു കാര്യമാണ്. അതെല്ലാം എൻ്റെ ടു ഡു ലിസ്റ്റിലുണ്ട്. പിന്നെ എൻ്റെ ഹാബിറ്റ് ട്രാക്കറിൽ ഒക്കെ അത് ഓരോ ഡേ ഇങ്ങനെ കളർ ചെയ്യുമ്പോൾ അത് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. ചില ഡേയ്സിൽ എനിക്കത് പോയി അതായത് നമ്മൾ ന്യൂ ഇയർ കഴിഞ്ഞിട്ട് അതിൻ്റെ പിറ്റേന്ന് കുറച്ച് ദിവസങ്ങളിൽ കുറച്ചൊരു മൂഡ് ഓഫ്, ഒരു ടയേർഡ് പോലെയൊക്കെ ആയിരുന്നു. പക്ഷേ അങ്ങനെ പോയാൽ ശരിയാവില്ല എന്ന് എനിക്ക് തന്നെ തോന്നി. അതുകൊണ്ട് തന്നെ ഞാൻ സൺഡേ അല്ലേ ഇന്ന് മാക്സിമം റെസ്റ്റ് ചെയ്യാനുള്ള ഒക്കെ എന്താ പറയുക ഉച്ചയ്ക്ക് ശേഷം എനിക്കങ്ങനെ ഉറങ്ങുന്ന ശീലമൊന്നുമില്ല. ഇന്ന് പിന്നെ സൺഡേ ആയതുകൊണ്ടും പിന്നെ ഒന്ന് എനിക്ക് തന്നെ വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. കുറച്ച് സമയം ഉറങ്ങി ഒന്ന് റിലാക്സ് ചെയ്തു. പിന്നെ എന്താ ഡെയിലി ഞാൻ ഒന്നിക്ക് രാവിലെ കുളിക്കുന്നെങ്കിൽ തല കുളിക്കുന്നെങ്കിൽ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം ഞാൻ ഒരു 1 time ഓയിൽ മസാജ് ചെയ്യും. അതായത് നമ്മൾ ഓയിൽ മസാജ് ചെയ്യുന്നത് ഭയങ്കരമായിട്ട് നല്ലതാണ്. ബ്ലഡ് സർക്കുലേഷൻ കൂടും. ഹെഡിനായാലും ഹെയർ ഗ്രോത്തിനായാലും എല്ലാം വളരെ നല്ല കാര്യമാണ് ഓയിൽ മസാജ്. അപ്പം ഞാൻ എനിക്ക് മോർണിംഗ് ആണ് ചെയ്യുന്നതെങ്കിൽ മോർണിംഗ് ഓയിൽ മസാജ് വിത്ത് ബാത്ത്, അല്ലെങ്കിൽ വൈകുന്നേരം ജസ്റ്റ് ഐ വിൽ ടേക്ക് ബാത്ത് ഓൺലി. 1 time എങ്കിലും ഓയിൽ മസാജ് ഉണ്ടാവും. അത് എൻ്റെ ഒരു ഡെയിലി റൂട്ടീൻ്റെ ഭാഗമാണ്. പിന്നെ മാത്രമല്ല ഡെയിലി ഞാൻ ഐ വിൽ ടേക്ക് ബാത്ത് ഡെയിലി, ലൈക്ക് ബോത്ത് ഹെഡ് ആൻഡ് ബോഡി. ലൈക്ക് ഐ വിൽ ടേക്ക് ബാത്ത്. എനിക്ക് കുളിച്ചിട്ട് രാവിലെ എണീച്ച് കുളിച്ച് ഫ്രഷായി അതിനോട് ഭയങ്കര താല്പര്യമാണ്. ഒന്നിക്ക് തല കുളിക്കുന്നില്ലെങ്കിൽ പോലും അറ്റ്ലീസ്റ്റ് ഞാൻ മേലെങ്കും കുളിക്കും. അങ്ങനെയാണ് എൻ്റെ ഡെയിലി കാര്യങ്ങൾ. എനിക്ക് സമാധാനമായിട്ട് കടന്നുറങ്ങും. എൻ്റെ മുറ്റത്തെ കാര്യങ്ങൾ വേണ്ടിയിട്ട് ഞാൻ വിഷ്വലൈസ് ചെയ്യും. ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും, പിന്നെ എൻ്റെ ഡ്രീം ലൈഫ് വിഷ്വലൈസ് ചെയ്യും. പിന്നെ അതുപോലെ എൻ്റെ ഒരു ഗോൾ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അത് ഞാൻ വിഷ്വലൈസ് ചെയ്യും. അതിൻ്റെ അഫർമേഷൻസ് എഴുതും. അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. സോ ദിസ് ഇസ് ഓൾ വാട്ട് ഐ ഹാവ് ടു ഐ ജസ്റ്റ് ഫെൽറ്റ് ലൈക്ക് ഷെയറിങ് വിത്ത് യു ആൾ. ലൈക്ക് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത് ഭയങ്കര എന്താ പറയുക ഏറ്റവും ലോ ലെവലിൽ നിന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഈ ഒരു ജേർണിയിൽ എനിക്ക് ഒരാളെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റിയാൽ, അതായത് നമ്മളൊന്നുമല്ല അല്ലെങ്കിൽ ഭയങ്കര സ്ട്രെസ്ഡ് ആണെന്നൊക്കെ തോന്നുന്ന സമയത്ത് ഒരാളെങ്കിലും നമ്മളെ ലൈഫിൽ എന്താ പറയുക നമ്മൾ കാരണം ഒരാളെ ലൈഫ് ഇമ്പ്രൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊരു നല്ല കാര്യമല്ലേ. അപ്പം സോ ഐ തോട്ട് let us do like that. Let me do like that. So stay happy, stay good, spread positivity and happiness everywhere.